എല്ലാവർക്കും നമസ്കാരം. ഈ മാസം അതായത് നമ്മുടെ 2024 ജൂലൈ മാസം 5, 6 തീയതികളിൽ ചെന്നൈ ട്രേഡ് സെന്ററിൽ വെച്ച് നടന്ന സേഫ് എക്സ്പോ, അതായത് സെക്യൂരിറ്റി ആൻഡ് ഫയർ എക്സ്പോ എന്ന് പറയും. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു എക്സ്പോയാണ്. ആ എക്സ്പോ നമ്മളിൽ പലർക്കും പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പലർക്കും സമയക്കുറവ് മൂലം പോകാൻ സാധിച്ചില്ല. അങ്ങനെ പോകാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഇന്നോവേറ്റീവ് പ്രോഡക്റ്റുകളുടെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോസാണ്. നമുക്ക് അവിടെ ചെന്നാൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഞാന് വലിയ വലിയ കമ്പനികൾ, അതായത് നമ്മുടെ നോർമൽ ഉപയോഗിക്കുന്ന ഫാർമ പോലുള്ള നോർമൽ കമ്പനികളുടെ ഒന്നും കവർ ചെയ്തിട്ടില്ല. കാരണം അതെല്ലാം നമുക്കറിയാവുന്നതാണല്ലോ. പുതിയതായിട്ട് വന്ന കമ്പനികളുടെയും പുതുതായിട്ട് വന്ന പ്രോഡക്റ്റുകളുമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഷോർട്ട് വീഡിയോസാണ്. ചെറിയ ചെറിയ 1 മിനിറ്റ് താഴെയുള്ള ഓരോ പ്രോഡക്റ്റ് 1 മിനിറ്റ് താഴെയായിരിക്കും നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നമുക്ക് എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. നമുക്ക് അവിടെ ഏറ്റവും ആദ്യം നമ്മൾ പോയിരിക്കുന്നത് ഫോസ്റ്റെക്കിൻ്റെ ഒരു സ്റ്റാളിലേക്കാണ്. ഫോസ്റ്റെക്ക് നമുക്കറിയാം, കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഓട്ടോമാറ്റിക് ഗേറ്റ് ഓട്ടോമേഷൻ്റെ ഡിവൈസസിൻ്റെ കമ്പനിയാണ്. ഇപ്പം ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ അവരുടെ നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ഇപ്പം ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടാണ് ഫോസ്റ്റെക്ക്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ് ഫോസ്റ്റെക്ക്. നമുക്ക് എല്ലാ തരത്തിലുള്ള ഗേറ്റ് ഓട്ടോമേഷനുള്ള പ്രോഡക്റ്റുകളും അവരുടെ കയ്യിലുണ്ട്. സിങ്ക് ഗേറ്റ്, സ്ലൈഡിംഗ് ഗേറ്റ്, അതുപോലെ റോളർ ഗേറ്റ്, അതിൻ്റെ എല്ലാ ആക്സസറീസും അവൈലബിൾ ആണ്. നല്ല സർവീസ് സപ്പോർട്ടാണ്. നമ്മളെ സംബന്ധിച്ച് പല കമ്പനികളും ഈ ഫീൽഡിൽ വരുമെങ്കിലും പലപ്പോഴും എനിക്ക് പഴയ കാലത്തൊക്കെ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ വരും, കുറേ വാഗ്ദാനങ്ങളൊക്കെ തരും, 4 വർഷം 5 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ പറയും. 2 വർഷം കഴിയുമ്പോൾ കമ്പനിയും കാണുകയില്ല, സർവീസും സപ്പോർട്ടും കാണുകയില്ല. നമ്മളാണ് അതിൻ്റെ അകത്ത് ഡീലേഴ്സാണ് സാധാരണ പെടാറുള്ളത്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഫോസ്റ്റെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിലുള്ള സർവീസ് സപ്പോർട്ടും നല്ല ടെക്നിക്കൽ സപ്പോർട്ടും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റാളെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് റിയൽ ടെക് എന്ന് പറയുന്ന. ഇവർ മെയിനായിട്ടും നമുക്ക് അറ്റൻഡൻസ് ബേസ്ഡ്, അതായത് നമുക്ക് ഫേസ് റെക്കഗ്നൈസേഷൻ, അതുപോലെ നമുക്ക് പഞ്ചിങ് ഡിവൈസസ്, അറ്റൻഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിവൈസസും, അതിൽ അറ്റൻഡൻസ് മാർക്കിങ്, അതുപോലെ തന്നെ നമുക്ക് എൻട്രൻസ് ഓട്ടോമേഷൻ കാര്യങ്ങൾ, അറ്റൻഡൻസ് ഡിവൈസസ് യൂസ് ചെയ്ത് നമുക്ക് എൻട്രൻസ് ഓട്ടോമേഷൻ ഹാൻഡിൽ അങ്ങനെയുള്ള ഡിവൈസസാണ് കൂടുതലും തരുന്നത്. അവരുടെ കുറേ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഡിവൈസസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫേസ് റെക്കഗ്നേഷൻ ഡിവൈസസ്, അതുപോലെ എൻട്രൻസ് ഓട്ടോമേഷൻ ഡിവൈസസ്, അങ്ങനെ കുറേ ഡിവൈസസ് അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നോർമലി നേരത്തെ കണ്ടിട്ടുള്ള ഡിവൈസസ് ആണ്. പിന്നെ കുറച്ചുകൂടെ ഡിസ്പ്ലേ ഒക്കെ വൈഡായിട്ടുള്ള ഫേസ് റെക്കഗ്നൈസേഷൻ സിസ്റ്റംസ് വന്നിട്ടുണ്ട്. ഇച്ചിരി സ്പീഡ് ഒക്കെ ഉള്ളതാണെന്നാണ് അവർ അവകാശപ്പെട്ടത്. പിന്നെ അവരുടെ കുറച്ച് സോളാർ ക്യാമറാസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കമ്പനികൾക്കും സോളാർ ക്യാമറ ഉണ്ട്. അവരുടെ കുറച്ച് സോളാർ ക്യാമറാസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് TVTയുടെ ഒരു സ്റ്റാളിലേക്കാണ്. TVT നമുക്കറിയാം, കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് ഉള്ള ഒരു ബ്രാൻഡാണ്. അവർക്ക് A to Z പ്രോഡക്റ്റുകളുണ്ട്. അതായത് വൈഫൈ ക്യാമറ മുതൽ ANPR ക്യാമറ, അതുപോലെ ഫേസ് റെക്കഗ്നേഷൻ ക്യാമറാസ് എല്ലാം അവൈലബിൾ ആണ്. അവരുടെ തന്നെ ഒരു സബ് ബ്രാൻഡാണ് യൂണിക്യാം എന്ന് പറയുന്നത്. യൂണിക്യാമിൻ്റെ ബ്രാൻഡിലാണ് എനിക്കൊന്ന് വൈഫൈയും എല്ലാം അവർ പുറത്തിറക്കുന്നത്. അവരുടെ എല്ലാ പ്രോഡക്റ്റുകളുടെയും ഡെമോ അവരുടെ സ്റ്റാളിൽ ഉണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. നമുക്കെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ ANPR ക്യാമറ ഉൾപ്പെടെ ഫേസ് റെക്കഗ്നേഷൻ ക്യാമറയും എല്ലാം ഉൾപ്പെടെ, അതുപോലെ അലാംസ്, അതായത് ലൈറ്റിലുള്ള അലാംസ് തരുന്നതും ഓഡിയോയിലൂടെ അലാംസ് തരുന്നതുമായ ക്യാമറാസിൻ്റെ എല്ലാത്തിൻ്റെയും ഡെമോ അവിടെ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങളും നമുക്കവിടെ അവൈലബിൾ ആയിരുന്നു. PTCD ക്യാമറാസിൻ്റെയും എല്ലാത്തിൻ്റെയും ഡെമോസ് അവിടെ ലഭ്യമായിരുന്നു. നമുക്കിനി അടുത്തായിട്ട് പോകുന്നത് TP ലിങ്കിൻ്റെ സ്റ്റാളിലേക്ക്. എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ കാണുന്ന ടൈപ്പ് ഒരു ഡുവൽ ക്യാമറ ആണ്. അതൊരു വൈഫൈ ക്യാമറ ആണ്, ഡുവൽ ക്യാമറയിൽ തന്നെ. അത് ഫേസ് റെക്കഗ്നേഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓരോ ഏരിയയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നൊരു ക്യാമറ ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ സ്വിച്ചസ് നമുക്കറിയാം, നെറ്റ്വർക്ക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ TP ലിങ്കിൻ്റെ ഒരുപാടുണ്ട്. അതും അവിടെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വൈഫൈ എക്സ്റ്റൻഡറുകൾ, ഹോം ഓട്ടോമേഷൻ ഡിവൈസസ്, അതൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് മാസ്കോം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അവരുടെ കുറച്ച് വെറൈറ്റി പ്രോഡക്റ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ കറക്റ്റ് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും. ഇതൊരു നമുക്ക് നോർമലി കിട്ടുന്ന പോലത്തെ ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ്. നമ്മൾ നോർമലി നാട്ടിൻപുറത്ത് കിട്ടുന്ന, നമ്മുടെ ഇവിടെ കേരളത്തിൽ കിട്ടുന്ന ആൻഡ്രോയിഡ് ബോക്സുകളിലൊന്നും നമുക്ക് നമ്മുടെ CCTVയുടെ ആപ്പുകളും വർക്ക് ചെയ്യില്ല. പക്ഷേ ഇവർ ഇതിൽ അവകാശപ്പെടുന്ന എല്ലാ CCTVയുടെ ആപ്പുകളും ഇതിൽ വർക്ക് ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്കിത് ഏത് TVയിലോട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാം. 1-2 ഡിവൈസ് സ്ഥലത്തുള്ള ക്യാമറാസ് വേണമെങ്കിൽ
ഇതിലേക്ക് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഒരു ടിവിയിൽ 1 2 ടിവിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളൊരു ബെനിഫിറ്റ് തന്നെയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവരുടെ കുറച്ച് നല്ല കേബിൾസിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫൈബറിനൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു CCTV DC UPS അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇച്ചിരിയൂടെ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫൈബറിൻ്റെ ഒക്കെ ചില നമ്മുടെ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈബറിൻ്റെ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു നെറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. എല്ലാത്തിനും സെപ്പറേറ്റ് DVRനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം സെപ്പറേറ്റ് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഫൈബറിനുള്ളതിനല്ല തന്നെ ഇതിനൊരു സർജ് പ്രൊട്ടക്റ്റീവ് എക്സ്റ്റൻഷൻ ബോക്സും കാര്യങ്ങളൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ USB സ്പ്ലിറ്റേഴ്സ് അവൈലബിൾ ആയിരുന്നു. 1 in ആൻഡ് 4 out സ്പ്ലിറ്റേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. 500 GB ഒക്കെ ഹാർഡ് ഡിസ്ക്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. 500 GB ഒക്കെ അവർക്ക് ഓൺ മാനുഫാക്ചറിങ് ഉണ്ട്, ഡൽഹിയിലുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഔട്ട്ഡോർ കേബിൾസ് അതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഔട്ട്ഡോർ കേബിൾസ് നമുക്ക് CCTVക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 3+1 ഔട്ട്ഡോർ കേബിൾസ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഔട്ട്ഡോർ കേബിൾസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ DC-യിൽ വർക്ക് ചെയ്യുന്ന ബാക്കപ്പ് കൊടുക്കാൻ പറ്റുന്ന ചെറിയ UPSൻ്റെ ഒരു മോഡലാണ്. അത് നേരത്തെ കവറിലായിരുന്നു കാണിച്ചിരുന്നത്. ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നു. അതുപോലെ 4G മോഡംസ്, അതുപോലെ ക്രിമ്പിംഗ് ടൂൾസ്, അതുപോലുള്ള കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ പോയത് ഐഫോക്കസിൻ്റെ ഒരു സ്റ്റാളിലേക്കാണ്. അവിടെ കുറേ വെറൈറ്റി പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വൈഫൈയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 2 സൈഡിലെ സ്പീക്കറൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു വെറൈറ്റി ഒരു പ്രോഡക്റ്റ് പോലെ. പിന്നെ വൈഫൈയിലുള്ള കുറേ ക്യാമറാസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഐഫോക്കസിൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡാണ് ഐസെക്യൂർ എന്നും പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. ആ ബ്രാൻഡിൽ കുറച്ച് സോളാർ ക്യാമറാസ്, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്യാമറാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ക്യാമറയിൽ തന്നെ 4 ക്യാമറ വരുന്ന ക്യാമറാസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. 4 സൈഡ് കവർ ചെയ്യാൻ പറ്റും. നോർമലി ഇത് നമുക്ക് ലിങ്കേജ് ക്യാമറ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൽ നമുക്ക് ഒരെണ്ണം ഫിക്സ്ഡ് ആയിട്ടുള്ള ലെൻസും ഒരെണ്ണം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതും, ബാക്കി 2 സൈഡിലിരിക്കുന്ന ലെൻസസ് 2 സൈഡിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ 4 വ്യൂസ് നമുക്കൊരു ക്യാമറയിൽ നിന്ന് തന്നെ ലഭിക്കും. അതുപോലെ ഡ്യുവൽ ലെൻസും അതുപോലെ ബൾബ് ക്യാമറാസ്, ഡ്യുവൽ ലെൻസ് വരുന്ന ബൾബ് ക്യാമറാസ് എല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം തന്നെ വൈഫൈയിൽ വർക്ക് ചെയ്യുന്നതും അതുപോലെ ഇന്റർണൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ടൈപ്പും ക്യാമറാസാണ്. അതിൻ്റെ തന്നെ സോളാർ ക്യാമറാസും അവൈലബിൾ ആണ്. സോളാറിൻ്റെ മോഡൽസും ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു റെഡ് കളർ അലാറം ലൈറ്റ്, വാർണിംഗ് ലൈറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് 4Gയിലെ വൈഫൈയിലും വർക്ക് ചെയ്യുന്ന മോഡലാണ്. 256 GB മെമ്മറി കാർഡ്, അതുപോലെ മോഷൻ ഡിറ്റക്ഷനും ഇൻബിൽറ്റ് മൈക്ക്, 2-way ഓഡിയോ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ വിവിധമായിട്ട് മോഡൽ. പിന്നെ ഒരു മോഡൽ ഇത് വരുന്നത് നമുക്ക് നൈറ്റ് വ്യൂ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് LED ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാമറ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഡ്യുവൽ ലെൻസ് ആണ് വരുന്നത്. അത് നല്ല രീതിയിൽ കുറേ IRും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് നൈറ്റിൽ കിട്ടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനുള്ള ടൈപ്പ്, നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്യാമറാസും വരുന്നുണ്ട്. ക്യാമറയിൽ തന്നെ സ്ക്രീൻ വരുന്നു, അത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഡോർ ഫോണ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ആക്സസറീസ് അവരുടെ വരുന്നുണ്ട്. കുറേ നല്ല ബലൂൺസ്, വീഡിയോ ബലൂൺസ്, അതുപോലെ അവരുടെ കേബിൾസ്, അതുപോലെ തന്നെ അവരുടെ മെമ്മറി കാർഡുകൾ, അതുപോലെ POE സ്വിച്ചസ്, അങ്ങനെ കുറേ നല്ല നല്ല ആക്സസറീസ് അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ അടുത്തതായിട്ടൊരു ഇൻട്രാക്റ്റീവ് പാനൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻട്രാക്റ്റീവ് പാനലാണ്. ആൻഡ്രോയിഡിലുള്ള എല്ലാ ആപ്പുകളും ഈ ഡിവൈസിൽ വർക്ക് ചെയ്യുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള, നല്ല ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻട്രാക്റ്റീവ് പാനലാണ് അവിടെ ഐഫോക്കസിൻ്റെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ 5 കിലോമീറ്റർ വരെ നടത്താൻ പറ്റുന്ന ട്രാൻസ്മിറ്ററും റിസീവറും അവിടെ അവൈലബിൾ ആയിരുന്നു. അതായത് 2 കെട്ടിടങ്ങൾ ഒരു റോഡിന് അപ്പുറം ഇപ്പുറം ഉണ്ടെങ്കിൽ നമുക്ക് 4 ക്യാമറ വരെ നമുക്ക് അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് വയർലെസ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. അതായത് നമുക്ക് 2 കെട്ടിടങ്ങളിലായിരിക്കും CCTV ക്യാമറ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് അപ്പുറത്തോട്ട് കേബിൾ വലിക്കാൻ മെയിൻ റോഡൊക്കെ ആണെങ്കിൽ കേബിൾ വലിക്കാനുള്ള ഓപ്ഷൻ ഒന്നും കാണില്ല. പക്ഷെ നമുക്ക് ഇതുപോലുള്ള ട്രാൻസ്മിറ്ററും റിസീവറും വെച്ചിട്ട് 2 സൈഡിലും നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ക്യാമറ വരെ ഒരു ഡിവൈസിൽ ഇവർക്ക് ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ഇപ്പുറത്തുനിന്ന് ട്രാൻസ്മിറ്റർ വെച്ച് കൊടുക്കുകയും അപ്പുറത്തുനിന്ന് റിസീവർ വെച്ച് വർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി ക്യാമറാസ് വയർ വലിക്കാതെ തന്നെ
ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഓപ്പൺ സ്പേസിലായിരിക്കും ഇവർ 5 കിലോമീറ്റർ ആവശ്യപ്പെടുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഓഫീസുകളിലൊക്കെ നമുക്ക് കോൺഫറൻസ് നടത്താൻ പറ്റിയ ഒരു ഡിവൈസാണ്. അതിൽ നമുക്ക് അത്യാവശ്യം ഒരു ക്യാമറയും ഒരു സ്പീക്കറും മൈക്കും വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഡിവൈസ്. അതിൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഓഫീസുകളിലൊക്കെ വീഡിയോ കോൺഫറൻസിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ്. അതൊരു നല്ല ഡിവൈസായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ കുറേ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ കമ്പനികളുടെ സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് അത്ര പരിചയമുള്ള കമ്പനികളല്ല. എന്തായാലും എല്ലാം കോമൺ ആയിട്ട് കാണുന്ന ക്യാമറകളും വൈഫൈ ക്യാമറകളും സോളാർ ക്യാമറകളും ഒക്കെയാണ് മിക്ക സ്റ്റാളുകളിലും ഉണ്ടായിരുന്നത്. ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാത്തിലും ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തില്ല. പിന്നെ നമുക്ക് ഒരു GPS-ൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. നമുക്ക് വാഹനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന GPS സിസ്റ്റത്തിൻ്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് വയറിങ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്ന GPS മോണിറ്ററിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. മാർക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. അതിൽ അത്യാവശ്യം അതിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയേർഡ് ഓട്ടോമേഷൻ ചെയ്യാവുന്ന സിസ്റ്റംസ് ഉള്ള കമ്പനികളും അവിടെ അവൈലബിൾ ആയിരുന്നു. ഇതൊക്കെ വയേർഡ് ആയിട്ട് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന ബിൽഡിംഗ് ഓട്ടോമേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ്. അതിൻ്റെ ഡിവൈസസും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ CP+ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ CP+ൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റാളായിരുന്നു. അത്യാവശ്യം CP+ൻ്റെ എല്ലാ ക്യാമറാസും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ക്യാമറാസിൻ്റെയൊക്കെ ഒരു OEM കമ്പനി, അതായത് ക്യാമറയുടെ സ്പെയർസ് കിട്ടും. അതുപോലെ തന്നെ ക്യാമറ അവർ നമ്മുടെ ബ്രാൻഡിൽ ചെയ്തു തരും. അതായത് ഒരു 100 ക്യാമറയ്ക്കൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ബ്രാൻഡിൽ ചെയ്തു തരാൻ പറ്റുന്ന OEM കമ്പനികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കുറേ പ്രോഡക്റ്റുകൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോളാർ ക്യാമറാസ്, നോർമൽ ക്യാമറാസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവരവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർബോളിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. തീ കെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഫയർബോളിൻ്റെ കമ്പനിയും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്കറിയാവുന്നതാണ്. IP ക്യാമറകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ അനലൈസിങ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ചെറിയ സ്റ്റാളും നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ വീഡിയോ അനലൈസിങ് സോഫ്റ്റ്വെയറിനെ പറ്റിയൊക്കെ ഉള്ളത്. പിന്നെ അവിടെ ചെറിയ ചെറിയ കമ്പനികളുടെ ഒരുപാട് സ്റ്റാളുകളുണ്ടായിരുന്നു. നമുക്കത്ര അറിയപ്പെടുന്ന കമ്പനികളൊന്നും അല്ല. ചിലപ്പോൾ ചെന്നൈയിലൊക്കെ പ്രസിദ്ധമായ കമ്പനികളായിരിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിലൊന്നും അത്ര അറിയപ്പെടുന്ന കമ്പനികളല്ല. അങ്ങനെ കുറേ കമ്പനികളുടെ കുറേ സ്റ്റാളുകൾ അവരുടെ പ്രോഡക്റ്റുകളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കോമൺ പ്രോഡക്റ്റ്. പിന്നെ നമുക്ക് അവിടെ ഒരു ESSLൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു സ്റ്റാളായിരുന്നു. അതിൽ അത്യാവശ്യം നമുക്കറിയാം ESSLനെ പറ്റി നമുക്കറിയാം. എൻട്രൻസ് ഓട്ടോമേഷനും അതുപോലെ ഫിംഗർ പ്രിൻ്റ്, ഫേസ് റെക്കഗ്നൈസേഷൻ, അറ്റൻഡൻസ് സൊല്യൂഷൻസും ഒക്കെ തരുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഒരു നല്ലൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മെട്രോയിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് എൻട്രൻസ് ഓട്ടോമേഷൻ്റെ സൊല്യൂഷൻസും അതുപോലെ തന്നെ എയർപോർട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എൻട്രൻസ് ഓട്ടോമേഷൻ്റെ സൊല്യൂഷൻസും മെറ്റൽ ഡിറ്റക്ടർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്കൊരു ചെറിയൊരു സ്റ്റാളിലോട്ടാണ് പോയത്. അവിടെ നമ്മുടെ 4G വർക്ക് ചെയ്യുന്ന ഡാഷ് ക്യാമറാസ്, നമ്മുടെ കാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡാഷ് ക്യാമറാസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറാസ് ഒക്കെ തന്നെയായിരുന്നു, കുഴപ്പമില്ല. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള OEM കമ്പനീസ്, അതുപോലെ വൈഫൈ ക്യാമറാസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന OEM കമ്പനിയാണ്. നമ്മളൊരു ഫിക്സഡ് നമ്പേഴ്സ് ക്യാമറാസിൻ്റെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ബ്രാൻഡിൽ ചെയ്തു തരുന്ന കമ്പനീസാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്റ്റാളായിരുന്നു. അവർ അത്യാവശ്യം സ്പെയറും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്യാമറാസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഒരു ഡാഷ് ക്യാമറ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡാഷ് ക്യാമറ തന്നെയാണ്. നമുക്ക് 4Gയിലൊക്കെ ഒരു സിമ്മൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, മെമ്മറി കാർഡ് ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ആണ്. നമുക്ക് അത്യാവശ്യം നമ്മുടെ വാഹനങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും പേഴ്സണൽ യൂസിന് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ വീഡിയോ ഔട്ട് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് അതിലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നല്ലൊരു ക്യൂട്ട് ഡിവൈസായിട്ട് എനിക്ക് തോന്നിയത്. അത്യാവശ്യം നമുക്ക് അപ്പം തന്നെ ലൈവായിട്ടും കാണാം, നമുക്ക് മൊബൈലിലും കാണാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെയർസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ ക്യാമറയ്ക്കുള്ളിൽ വെക്കുന്ന ബോർഡുകളും അതിൻ്റെ ലെൻസുകളും ക്യാമറ ബോഡികൾ എല്ലാം അത്യാവശ്യം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയും ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നും കണ്ടിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ബിസിനസ് ചെയ്യുന്നവർ അതൊക്കെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. എന്തായാലും പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നമ്മളൊക്കെ സ്പെയറിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ്. അതിനുള്ള സ്പെയറും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ഈ ഒരു ഡിവൈസ് അത്യാവശ്യം പുതിയൊരു പ്രോഡക്റ്റാണ്, ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണ്. എനിക്കൊരു നല്ലൊരു ഡിവൈസായിട്ട് തോന്നി. കാരണം ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ NVR അല്ലെങ്കിൽ DVRനെ നമുക്ക് ഈ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് AI ക്യാമറ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഇവരാണ് അവതരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്.
15 AI ഫങ്ഷൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യും. അതായത് ഹീറ്റ് മാപ്പ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷന്, അതുപോലെ ഫേസ് ഡിറ്റക്ഷന്, പീപ്പിൾ കൗണ്ടിങ്. ഇതിനൊക്കെ നമുക്കറിയാം സെപ്പറേറ്റ് ക്യാമറ വെച്ചാൽ 15,000-നും 20,000-നും മേളിലാണ് ഓരോ ക്യാമറയ്ക്കും റേറ്റ്. ഇതുപോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ള ക്യാമറാസിനും NVR-നും ഒക്കെ. അതൊക്കെ അവർ കോമൺ ആയിട്ട് അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നുന്നു. ഇത് ഉപയോഗിച്ച് നോക്കിയാലുള്ള ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും നമുക്കറിയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗമുള്ള POE, ഔട്ട്ഡോറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഔട്ട്ഡോറും ഇൻഡോറിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന POEയുടെ ബോക്സസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള പല ടൈപ്പിലുള്ള മെറ്റലിലും പ്ലാസ്റ്റിക്കിലുമുള്ള POE ബോക്സസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോക്സസ് ആണ്. അതൊക്കെ കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ള, കേരളത്തിലൊന്നും അത്ര അവൈലബിൾ ആയിട്ടില്ലാത്ത, എനിക്ക് തോന്നിയിട്ടുള്ള, നമ്മുടെ ഇവരുടെ ഉള്ള മോഡൽസിനേക്കാളും ഇച്ചിരി വെറൈറ്റി മോഡൽസും അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കണ്ട മറ്റൊരു വെറൈറ്റി പ്രോഡക്റ്റാണ് HDMI കേബിൾ. നമുക്ക് 100 മീറ്റർ വരെ ഏകദേശം കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് കേബിൾ. അതായത് അവർ പറയുന്നത് അതിനകത്ത് ഒപ്റ്റിക്കൽ കേബിളാണ് വരുന്നത്. രണ്ട് സൈഡിലും ഒപ്റ്റിക്കൽ കൺവേർട്ടർ വെച്ചിട്ട്, നടുവശത്തെ ഒപ്റ്റിക്കൽ കേബിൾ ആയിരിക്കും, രണ്ട് സൈഡിലും ഒപ്റ്റിക്കൽ കൺവേർട്ടർ വെച്ചിട്ട് HDMI കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അത് 500 മീറ്റർ വരെ നമുക്ക് HDMI കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ പല രീതിയിലുള്ള കേബിൾസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ ടൈക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള എല്ലാ എക്യുപ്മെൻസിൻ്റെയും ഒരു സ്റ്റാൾ അവിടെ ഉണ്ടായിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിവൈസുകളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കുറേ ഏറെ ആക്സസറീസും പ്രോഡക്റ്റുകളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമായ കുറേ പ്രോഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ POEയുടെ ഒക്കെ ഔട്ട്ഡോർ ബോക്സസ്, അതായത് DVR, NVR ഒക്കെ വെക്കാൻ പറ്റുന്ന ഔട്ട്ഡോർ ബോക്സസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കാക്ക ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, എന്താ പറയുക, സൂചി പോലെ പ്ലാസ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ബോക്സസ്. അതിൻ്റെ ആക്സസറീസ്, ഇപ്പോൾ ക്യാമറ ഒക്കെ വെച്ചാൽ അതിലൊക്കെ ഒന്ന് കാക്ക ഇരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് വേണ്ടിയുള്ള ആക്സസറീസ് ഉണ്ടായിരുന്നു. പിന്നെ എക്സ്റ്റൻഷൻ ബോക്സ്, സിംഗിൾ എക്സ്റ്റൻഷൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 15 മീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ, അങ്ങനെയുള്ള കുറേ ഡിവൈസസും ആക്സസറീസും ഒക്കെ ഉള്ള ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ യാലെ ലോക്കിൻ്റെ ഓട്ടോമേഷൻ ലോക്ക് ചെയ്യാൻ പറ്റുന്ന യാലെ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റാൾ ഉണ്ടായിരുന്നു. അവിടെ കുറേ ഓട്ടോമേഷൻ ലോക്കുകളും കാര്യങ്ങളും ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെ പിന്നെ ഇസ്വിസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാം ഉപയോഗിക്കുന്നതാണ് ഇസ്വിസിൻ്റെ സോളാറിൻ്റെ ഒക്കെ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ സോളാർ പാനലും കാര്യങ്ങളും എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അഹൂജയുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചെറിയ സ്റ്റാളുകളും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഡ്രിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു 5 ഇയർ നമുക്ക് വാറണ്ടി ലഭിക്കുന്ന ഓട്ടോമേഷൻ പ്രോഡക്റ്റുകളുടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു സ്റ്റാളായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകൾ, അതായത് നമ്മുടെ സിഗ്ബിയിൽ വർക്ക് ചെയ്യുന്നതും ഡയറക്റ്റ് വൈഫൈ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നതെല്ലാം സിഗ്ബിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് നമുക്കൊരു ഹബ്ബ് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന ടൈപ്പ്. ഒരു ഹബ്ബിൽ നമുക്ക് ഏകദേശം 66 ഡിവൈസസ് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ചെറിയ ഓട്ടോമേഷനൊക്കെ ചെയ്യേണ്ടവർക്കൊക്കെ നല്ല ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. സിഗ്ബി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ഏകദേശം ഒരു 800 സ്ക്വയർ ഫീറ്റോ അങ്ങനെ കണ്ടാണ്, 1700 സ്ക്വയർ ഫീറ്റ് അങ്ങനെയാണ് എനിക്ക് ഓർമ്മ. അത്രയും സ്ക്വയർ ഫീറ്റിലൊക്കെ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ഹബ്ബ് മതി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കർട്ടൻസ്, അതായത് നമ്മുടെ ഗ്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന കർട്ടൻസ്, ഡിജിറ്റൽ കർട്ടൻസ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കർട്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ സ്റ്റിക്കറോ കാര്യങ്ങളെല്ലാം അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വൈഫൈയിൽ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്റ്റായിട്ട് സ്വിച്ചസും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 മൊഡ്യൂൾ, 2 മൊഡ്യൂൾ, 4 മൊഡ്യൂൾ, അങ്ങനെ മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എനർജി മീറ്റേഴ്സ്, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ എത്ര പവർ എടുക്കുന്നുണ്ടെന്നുള്ള അറിയാൻ വേണ്ടി എനർജി മീറ്റേഴ്സ്, IR റിമോട്ട് കൺട്രോൾ, അങ്ങനെയുള്ള ഡിവൈസസ് എല്ലാം ഡയറക്റ്റായിട്ട് വൈഫൈ വർക്ക് ചെയ്യുന്ന ഡിവൈസസും അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നീട് നമ്മൾ കണ്ടത് റോഡ് ബ്ലോക്കേഴ്സ്, അതുപോലെ വെഹിക്കിൾ ബാരിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണ്. അവർ അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈഡ്രോളിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈപ്പ് റോഡ് ബ്ലോക്കറുകളും, അങ്ങനെയുള്ള നമ്മുടെ ഇവിടെ അധികം ഉപയോഗം ഇല്ലെങ്കിലും അത്യാവശ്യം കമ്പനികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച്, അതുപോലെ പാർക്കിംഗ് സ്പേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസാണ്. പിന്നെ നമുക്ക് വേലി, അതായത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന വേലി. സാധാരണ നമ്മൾ കമ്പി വഴിയാണല്ലോ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നത്. ഇത് പോളിലാണ് അതിൻ്റെ ഇലക്ട്രിസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു അപകടവും ഇല്ല. ഏതെങ്കിലും കാരണവശാൽ അത് കട്ട് ചെയ്യാൻ ശ്രമിച്ചാലോ, വേലി കട്ട് ചെയ്യാൻ ശ്രമിച്ചാലോ, ആരെങ്കിലും അതിൽ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലാറം വരുന്ന ടൈപ്പ്, അതായത് ഇലക്ട്രിക് വേലിക്ക് ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനിയായിരുന്നു.
അതും അത്യാവശ്യം ഇപ്പം നിലവിലുള്ള വേലിയിലും അതുപോലെ അവരുടെ തന്നെ ടെക്നോളജിയിലുള്ള ഇപ്പോൾ വേലിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വേലിയിൽ കൂടെ കറണ്ട് പോകാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ നിലവിലുള്ള വേലിയിൽ നമുക്ക് സാധാരണ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് ചെയ്യുന്ന പഴയ മോഡൽ സൗരവേലിക്കുള്ള സെറ്റപ്പും ആ ഒരു കമ്പനി അവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒക്കെ അവർക്ക് എന്താ പറയുക അതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നാണ് അവർ പറഞ്ഞത്. അതായത് നിലവിലുള്ള വേലികളും നമുക്ക് ഇതുപോലെ അതുപോലെ തന്നെ നമ്മുടെ അക്കേഷ്യയുടെ ഒരു സ്റ്റാളും അവിടെ ഉണ്ടായിരുന്നു. അക്കേഷ്യ നമുക്കെല്ലാം അറിയാം. എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഓൾ കൈൻഡ്സ് ഓഫ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി ആൻഡ് സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സ് അസോസിയേഷൻ എന്നും പറഞ്ഞ് കേരളത്തിൽ രൂപം കൊണ്ട ഒരു അസോസിയേഷനാണ്. അതായത് CCTV ഓട്ടോമേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അസോസിയേഷനാണ്. ഈ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മളവിടെ വിവരിക്കുകയും അത് മനസ്സിലാക്കിയ 5ഓളം സംസ്ഥാനങ്ങളിലുള്ള ആളുകളും അവിടുന്ന് മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു. അങ്ങനെ അക്കേഷ്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളം വിട്ട് സൗത്ത് ഇന്ത്യയിലേക്കും കൂടെ ഇപ്പോൾ വ്യാപിക്കുകയാണ്. ഒരു അക്കേഷ്യൻ എന്ന നിലയിൽ ഞാനും അതിൽ അഭിമാനം കൊള്ളുന്നു. അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്ന ഒരു സ്റ്റാളായിരുന്നു അക്കേഷ്യയുടെ ഒരു സ്റ്റാള്. എല്ലാവരും അതിനെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായ സഞ്ജയ് സാറ്, സെക്രട്ടറി ദീപു സാറ്, അതുപോലുള്ള നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഒത്തിരി പേര് അവിടെ സന്നിഹിതരായിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് അക്കേഷ്യ മെമ്പേഴ്സും നമ്മുടെ സ്റ്റാളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുന്നു എന്ന് തോന്നുന്നവർക്കുള്ള ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള മറുപടി ഞാൻ അവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു.